Wow. ഗൈസ് ഇത് കണ്ട ഗൈസ് ഒരു ഫുട്ബോളിൻ്റെ വലിപ്പമുണ്ട് ഗൈസ്. ഫ്രണ്ട്സ്, നമ്മുടെ പച്ചക്കറി ഏകദേശമൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോകളുമായിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത് കേട്ടോ. അടുത്തേക്ക് ഒന്നും കൊടുത്തു. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ചൈനീസ് ക്യാബേജിൻ്റെ ഒരു മൊത്തത്തിലുള്ള രൂപമാണ് കേട്ടോ. അത് ഇതാണ് ഈ ഭാഗത്ത് വെക്കണം, തിരിച്ചെടുത്ത് കാണിച്ചു കണ്ടോ. ഇത് പിന്നെ ബ്രോക്കോളിയാണ് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നട്ടതാണ്. ഇത് കണ്ടോ. അപ്പം നമ്മൾ ഇതാക്കണം, ചൈനീസ് ക്യാബേജൊക്കെ വിളവെടുത്ത് ഏകദേശമൊക്കെ വിളവെടുത്ത് കഴിഞ്ഞിട്ടോ. ഏകദേശം എല്ലാതും ആയിട്ടുണ്ട് കേട്ടോ, വിളവെടുക്കാൻ എല്ലാം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 4-5 വിളവെടുത്തു. പിന്നെ ഈ കാണുന്നത് നമ്മൾ സാധാ ക്യാബേജാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു ഫുട്ബോളിൻ്റെ വലിപ്പം കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഗദൻ്റെ മാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഫുട്ബോളിൻ്റെ ആ വലിപ്പം തന്നെ ഉണ്ട്. ഇത് മാത്രമാണ് ഇത്രയും വലിപ്പം വന്നത്. മറ്റൊക്കെ സാധാ മോഡലായിരുന്നു. ഇതെന്താണെന്ന് ഇത്ര വലിപ്പം വന്നതെന്ന് അറിയില്ല. ഫ്രണ്ട്സ്, ഈ കാണുന്നത് നമ്മുടെ ക്യാരറ്റിൻ്റെ കൃഷിയാണ് കേട്ടോ. അപ്പം നമ്മളിത് ഏകദേശം വിളവെടുക്കാനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ച് നോക്കാം. എന്താ അതിൻ്റെ അവസ്ഥ, അടിയിലത്തെ താഴെയുള്ള അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അടിയിൽ ക്യാരറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ശരിക്കും ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഒന്ന് പറിച്ച് നോക്കുകയാണ്. ചെടീൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ളൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഗ്രോത്തൊക്കെ ഉണ്ട്. ഓ, കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. അത്യാവശ്യം സ്ട്രോങ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഓ, ഗ്രോത്ത് ഉണ്ട് കേട്ടോ, ഗ്രോത്ത് ഉണ്ട് കണ്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ, അത്യാവശ്യം തടിയുണ്ട് കണ്ടോ. കുഴപ്പമില്ല.
ഇത് കണ്ടോ, കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ക്യാരറ്റ് കൃഷിയും അതുപോലെ തന്നെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ നാട്ടിൽ ഉണ്ടാവും എന്നുള്ളതിനൊരു തെളിവാണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അതുപോലെ കോളിഫ്ലവറൊക്കെ നല്ല ഗ്രോത്തായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പറിച്ച് കാണിച്ചു തരാം നമുക്ക്. കണ്ടോ, ഇത് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതായിട്ട് വളരും. ഇനി നമുക്ക് ഇതൊന്ന് പറിച്ച് നോക്കാം കേട്ടോ. കണ്ടോ, അങ്ങനെയുണ്ട്. നമ്മുടെ കോളിഫ്ലവറാണ് ഇത്ര ഗ്രോത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ നട്ടിട്ടുള്ള ബ്രോക്കോളി ഇത്രയും വലുതായിട്ടോ. ഇത് ഇത്രയും വലുതാവും എന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം അത് എത്ര വലുതായിട്ടുണ്ട് കണ്ടോ. ഇത് ഇലൻ്റെ അതേ കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിനുള്ളത്. ഇത് കണ്ടോ, ഈ ഭാഗത്തുണ്ട്. ഇത് നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുറിച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് മുറിച്ചെടുത്താൽ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തുനിന്ന് പിന്നെയും ഒരു ഇത് വന്നിട്ട് അതിമേയും ചെറിയ ചെറിയ ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം മുറിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ കോളിഫ്ലവറിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട തന്നെയാണല്ലോ. ഇത് കണ്ടോ, കോളിഫ്ലവറാണിത്. അപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്നത് ബ്രോക്കോളി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേരിങ്ങനെ വരാൻ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ കോളിഫ്ലവറിൻ്റെ ഒരു ബ്രോ ആയതുകൊണ്ടായിരിക്കും ഇതിന് ബ്രോക്കോളി എന്ന് പേര് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലാതെ ഇതിനിപ്പോൾ ഇങ്ങനത്തെ ഒരു പേരുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പേര് ഇങ്ങനെ വരാൻ കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നത് അതാണ്, കോളിഫ്ലവറിൻ്റെ ഒരു ബ്രോ ആയതുകൊണ്ട് ഇത് ബ്രോക്കോളി എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ബ്രോക്കോളി എന്ന് പറയണേ, നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബ്രോ ആണിത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും വളരെ ഭംഗിയായിട്ട് വളരെ ഗ്രോത്തോടു കൂടി തന്നെ വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം മറ്റുള്ള കോളിഫ്ലവറിൻ്റെ മാതിരി നമ്മൾ ഒന്നായിട്ട് പറിച്ചിക്കുകയല്ല, കാരണം അത് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇനിയും അതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ വന്നിട്ട് അതിന് ചെറിയ ചെറിയ ബ്രോക്കോളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് നമ്മുടെ മാർക്കറ്റിന് നല്ല വിലയാണ് കേട്ടോ ഇതിന്. കണ്ടോ, ചോളം വിളവെടുപ്പിനായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചോളം ഏകദേശം വിളവെടുക്കാനായിട്ടുണ്ട്. ഒന്നുമേ ഒരു തയ്യുമ്പോൾ 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ. 2 ചോളം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ചോളം വിളവെടുപ്പിന് ടൈമായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല വലിപ്പത്തിലുള്ള ചോളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
ഇത് കണ്ടോ, ഒരു തയ്യുമുണ്ടായ 2 ചോളം. ഒന്നുമേ 2 വരുന്നുണ്ട് കേട്ടോ, 2 ചോളം വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ പിന്നെ ഇനി ആടുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിർത്തിക്കുന്നത് നമ്മൾ ഇതിന് വെട്ടി ആടുകൾക്ക് കൊടുത്താൽ മതി. കണ്ടോ. പിന്നെ ഇത് കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ചൈനീസ് കാബേജ് ഇതൊക്കെ നട്ടപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ ഇത് കണ്ടോ, പിന്നെ മുള്ളങ്കി നട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, റെഡ് കളർ മുള്ളങ്കിയാണ് കേട്ടോ. അതായത് ഈ സൈഡിലൊക്കെ മൊത്തത്തിൽ ഇതാണ് കണ്ടോ, കണ്ടോ, ഇതൊക്കെ മുള്ളങ്കിയാണ് കേട്ടോ, റെഡ് കളർ മുള്ളങ്കിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതൊന്ന് ഞാൻ പറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ആയിട്ടുണ്ട്, പറിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പറിച്ച് കാണിച്ചു തരാം. ഓ, കിട്ടുന്നില്ലല്ലോ ഇത്ര ബലോ. ഓ, എന്താ എൻ്റെ അമ്മേ, ഇത് കിട്ടുന്നില്ല. ഓ, എന്തത്ര വലുപ്പം. എന്തതിങ്ങനെ. ഓ, ഞാനിത് ഫോണൊന്ന് ഓഫാക്കട്ടെ കേട്ടോ. അമ്മ, ഒരു മിനിറ്റ്. ഓഹോ, വാവ്, ഇത്ര വലിപ്പം. ഗൈസ് നോക്കൂ, എന്താണ് ഈ കാണുന്നത്? ഇത്ര വലിയ മുള്ളങ്കിയോ? ഇതാട്ടോ റേഡിഷ് അറിയണത് സാധനം. അടിഭാഗത്തേക്ക് വെള്ളയാണല്ലോ ഇതൊക്കെ. ഇനി നമുക്ക് ഈ ബാക്കി കൂടുള്ള മുള്ളങ്കി കൂടി പറിച്ച് നോക്കാം കേട്ടോ. ഇത് പിന്നെ ഫുൾ റെഡ് കളർ തന്നെയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല റെഡ് കളറാണ്. നമ്മൾ ഫസ്റ്റ് പറിച്ചത് മാത്രം എന്തോ ഒരു ഡിഫറൻസ് ടൈപ്പാണ് കേട്ടോ. കണ്ടോ, ഇത് അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് കുറച്ചുകൂടി ക്യാരറ്റ് വിളവെടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ക്യാരറ്റ് നമുക്ക് വിളവെടുക്കാം. ഇത് കണ്ടോ, ഇതുണ്ടോ ഗൈസ്, അടിപൊളി, നല്ല ഗ്രോത്ത് ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഉണ്ടോ. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ വിളവെടുത്ത ക്യാരറ്റും മുള്ളങ്കിയാണ് ഇട്ടത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ വളരെ ഭംഗിയായിട്ട് ഇത് വളർന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ കൃഷി ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറി, അതും ജൈവ രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, നമ്മുടെ പിന്നെ പന്തലിൽ പയർ ബീൻസൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ഇനിയുള്ളത് വെറും അമരക്കയും അതുപോലെ തന്നെ ഇതുപോലെ മത്തനും മാത്രം കേട്ടോ. അപ്പോൾ മത്തന് കൂടുതലായിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയിൽ ബീൻസ്, അമരക്ക ഏകദേശമൊക്കെ തീരുമാനമായി. അപ്പോൾ ഇനിയുള്ളത് മത്തന് കണ്ടോ, മത്തന് നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ സൈസ് മത്തനാണ്.
ഇത് കണ്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വളരെ ലൈക്കൊക്കെ വളരെ കമ്മിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. ഇത് കണ്ടോ, സൂര്യകാന്തിയൊക്കെ പൂവൊക്കെ വാടി ഇനി അതിൻ്റെ വിത്തെടുക്കാനുള്ള ഒരു പ്രോസസ്സൊക്കെ എത്തുകയാണ് കേട്ടോ. ഇത് കണ്ടോ, വലിയ സംഗതിയാണ്. ഇതിൽ നിന്ന് വിത്തെടുക്കണം നമുക്ക്.